മുണ്ടക്കയിൽ നമ്മൾ നേരത്തെ കണ്ട രക്ഷാപ്രവർത്തനം നടക്കുന്ന പ്രദേശത്തേക്ക് ഹിറ്റാച്ചി ഇറങ്ങുകയാണ്. കാരണം അങ്ങോട്ടേക്ക് ചെളി കാരണം ഹിറ്റാച്ചി ഇറങ്ങാൻ പറ്റിയിരുന്നില്ല. ദുർഗന്ധം വന്ന പ്രദേശം 2 സ്പോട്ടായി തിരിച്ചിട്ടാണ് അവിടെ തെരച്ചിൽ നടക്കുന്നത്. ആ ചെളിക്കടിയിൽ, കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ മനുഷ്യർ കുടുങ്ങിയിട്ടുണ്ടാകാം. സ്വാഭാവികമായി ഇന്നിപ്പോൾ 6 ദിവസമായിരിക്കുന്നു. ജീവനോടെ നമുക്ക് അവരെ തിരികെ കിട്ടാനുള്ള സാധ്യത വിദൂരം മാത്രമാണ്. പക്ഷേ അവരുടെ ശരീരഭാഗങ്ങളെങ്കിലും നമുക്ക് തിരികെ എടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. വിജിൻ, അങ്ങോട്ടേക്ക് ഹിറ്റാച്ചി ഇറങ്ങാൻ തുടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും മണ്ണ് താഴത്തേക്ക് ഇറക്കിക്കൊണ്ട് ഹിറ്റാച്ചി ഇറങ്ങാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനിടയിൽ ഈ സേനാംഗങ്ങൾ അവിടെ പരിശോധന നടത്തുന്നതിനിടയിൽ ഒരു കല്യാണ കത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പുസ്തകങ്ങളും ഒപ്പം തന്നെ പണമുള്ള കെട്ടുകളും ഒപ്പം തന്നെ മറ്റ് വീട്ടുപകരണങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊരു കല്യാണ കത്ത് കൂടി കണ്ടെത്തിയിരിക്കുന്നു. ആ ഭാഗത്ത് കൂടുതലായി പരിശോധന നടത്തുകയാണ് ഈ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഒക്കെ ചേർന്ന്. ഒപ്പം തന്നെ തമിഴ്നാടിൻ്റെ സേനാംഗങ്ങളുണ്ട്. മറുഭാഗത്ത് ഈ ഹിറ്റാച്ചി താഴെ ഇറക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. മണ്ണ് മാറ്റി ആ ചെടികൾക്കിടയിലേക്ക് ഇട്ട് അവിടുത്തെ ഈ ദൂരം കുറച്ചാണ് താഴത്തേക്ക് ഇറക്കാനൊരു ശ്രമം നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ സ്ഥലത്ത് വീട് ഉണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ആ സ്ഥലത്ത് കൂടുതൽ പരിശോധനയും കൂടുതൽ സാധനങ്ങൾ, വീട്ടുപകരണങ്ങളും ഒപ്പം തന്നെ മറ്റ് സാധനങ്ങളൊക്കെ കണ്ടെത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അത് അവിടുന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ പരിശോധനയിലേക്ക് കടന്നപ്പോഴാണ് കൂടുതൽ സാധനങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പരിസരത്ത് വീടുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെയാണ് വലിയ അപകടം നടന്നത്. അതിൽ എത്ര പേരുണ്ടായിരുന്നു, അവരെങ്ങോട്ട് പോയി, ഇവിടെ തന്നെ മണ്ണടിയിലാണോ ഉള്ളത് എന്ന കാര്യങ്ങൾ ഒക്കെ അല്പസമയത്തിനകം തന്നെ വ്യക്തത വരും. കാരണം ഹിറ്റാച്ചി ഇങ്ങോട്ട് ഇറങ്ങിയ ശേഷം അവിടുത്തെ ചളി മാറ്റി പരിശോധന നടത്തിയാൽ മാത്രമാണ് അതിൽ ഒരു വ്യക്തത ഉണ്ടാവുക. എന്തായാലും ദുർഗന്ധം ഇപ്പോഴും ഈ പ്രദേശത്ത് ഉണ്ട്. ആ ഭാഗത്ത് തന്നെയാണ് രാവിലെ മുതൽ ദുർഗന്ധം അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ഹിറ്റാച്ചി താഴത്തേക്ക് ഇറക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഹിറ്റാച്ചി ഇങ്ങോട്ട് ഇറക്കാൻ കഴിയും. ഈ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് നിലവിൽ പരിശോധന നടത്തിയ ആളുകളെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ഭാഗത്തും ഇറങ്ങി നിൽക്കാൻ കഴിയില്ല. അവിടുന്ന് ലഭിച്ച ഒരു ഇരുമ്പ് ഷീറ്റ് ഇട്ട് അതിന് മുകളിലൊക്കെ കയറി നിന്നാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ ദുഷ്കരമായ ഒരു പരിശോധന തന്നെയാണ് നിലവിൽ നടക്കുന്നത്. ഹിറ്റാച്ചി കൂടി ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞാൽ കൂടുതൽ ഭാഗങ്ങളിലേക്കുള്ള പരിശോധന വ്യാപിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്ത് ഏറ്റവും കൂടുതലായി ഉദ്യോഗസ്ഥരും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ചേർന്ന് ഈ പരിശോധന നടത്തുന്നത് ഞാനിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ആ ഭാഗത്ത് തന്നെയാണ്. മനു, എന്തായാലും അല്പസമയത്തിനകം ഇവരുടെ പരിശോധനയ്ക്ക് ഫലമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ജീവനോടെ െടുക്കാനോ ആശ്വാസമുള്ള വാക്കുകളോ ഒന്നും ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളെ വെറുതെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം 5ഓളം ദിവസമായി ഇവർ മണ്ണിനടിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ശരീരാവശിഷ്ടങ്ങളോ നിലവിൽ ഇവിടെ ദുർഗന്ധം വഹിക്കുന്ന സ്ഥലത്തുള്ള ഏതെങ്കിലും മൃതദേഹമോ കണ്ടെത്തുക എന്നുള്ള അശ്രാന്ത പരിശ്രമത്തിൽ നിലവിൽ ഈ ഫയർഫോഴ്സിൻ്റെ സേനാംഗങ്ങൾ ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ, തമിഴ്നാട്ടിലെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഒക്കെ ചേർന്ന് നടത്തുന്നു. മനു.